ആലുവയിൽ നിന്ന് 1 മാസം പ്രായമുള്ള ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അസം സ്വദേശികൾ അറസ്റ്റിൽ. ട്രാൻസ്ജെൻഡറായ റിങ്കി, സുഹൃത്ത് അസം നാഗോൺ സ്വദേശി റാഷിദുൽ ഹഖ് എന്നിവരെയാണ് 2 മണിക്കൂർ നീണ്ട സാഹസിക അന്വേഷണത്തിനൊടുവിൽ പോലീസ് പിടികൂടിയത്. പെരുമ്പാവൂർ നെടുന്തോട് ഭാഗത്ത് താമസിക്കുന്ന ബീഹാർ സ്വദേശിനിയുടെ കുട്ടിയെയാണ് ഇവർ തട്ടിയെടുത്തത്. കുട്ടിയുടെ കുടുംബവും പ്രതികളുമായി മുൻപരിചയമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. പ്രായമുള്ള ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 70,000 രൂപ ആവശ്യപ്പെട്ടതായി വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുന്നത്. പോലീസ് സംഘം ആലുവ പോലീസ് സ്റ്റേഷനിലെ ക്രൈം ഗാലറിയിലെ ഭിന്നലിംഗക്കാരുടെ ഫോട്ടോ പരാതിക്കാരിയെ കാണിച്ചു. ഇവർ റിങ്കിയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് റിങ്കി താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തിയെങ്കിലും അവർ കുട്ടിയുമായി കടന്നിരുന്നു. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ ഉടൻ തന്നെ പോലീസ് ഊർജിത അന്വേഷണം തുടങ്ങി. നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവള പരിസരം, ജില്ലാ അതിർത്തികൾ, ഇവർ തങ്ങാനിടയുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അരിച്ചുപെറുക്കി. രാത്രി 10-ന് കൊരട്ടി ഭാഗത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തിയ പരിശോധനയിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു. കുട്ടിയെ തൃശൂരിൽ നിന്നും അസമിലേക്ക് കൊണ്ടുപോകാനാണ് പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത്. പെരുമ്പാവൂർ നെടുന്തോണ് ഭാഗത്ത് താമസിക്കുന്ന ബീഹാർ സ്വദേശിനിയുടെ കുട്ടിയെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. പ്രതികളും ഇവരുമായി മുൻപരിചയമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ഡിവൈഎസ്പി TR രാജേഷ്, ഇൻസ്പെക്ടർ MM മഞ്ജുദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി.